ഹൃദ്യമായ സ്വാഗതം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഈ അവസരത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും നിൽക്കുന്നത് ഈ പറഞ്ഞ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ഈ പറഞ്ഞ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ ഒരു വീഡിയോ രണ്ടാമതൊന്നുകൂടി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം നമ്മുടെ കേരള ജനത എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് ഒരുപാട് പേരെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായും അർഹിക്കുന്ന, ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ വേണ്ടവർക്ക്, അതായത് ഞാൻ ശരിക്കും ആ വ്യക്തിയെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം അർഹിക്കുന്ന ആൾക്കാർക്ക് പണം കിട്ടണം. അതായത് അവർക്ക് അർഹതയുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ടില്ലേ, ആ ചേച്ചിയെ കൂടെ നിർത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ലൈവിലേക്ക് ഞാൻ ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നത്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം ഒരു പാവപ്പെട്ട ഈ ചേച്ചിക്ക്, ഞാൻ എൻ്റെ അമ്മച്ചിയുടെ പ്രായമുണ്ട്, ഞാൻ അമ്മച്ചിന്ന് തന്നെ വിളിക്കുക. ഈ പാവപ്പെട്ട ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഒന്നാമത്തെ കാര്യം, ഇവർ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇവർക്ക് കട്ടിയുള്ള പണിയോ തൂമ്പയെടുത്തുള്ള പണിയോ അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഹാർട്ട് പേഷ്യൻ്റാണ്, ഒരുപാട് ഗുളികയും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പം മാസം അതിന് തന്നെ നല്ലൊരു ചിലവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. കാരണം അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഈ ചേച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ചെറിയ വാടകയ്ക്കാണ് ഇപ്പോൾ, അതായത് ചെറിയ വാടകയ്ക്ക് ഇപ്പോൾ താമസിക്കുകയാണ്. കാരണം അതിനുള്ള കൊടുക്കാനുള്ള മാർഗം പോലും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈവിനായിട്ട് ഈ ചേച്ചിയെയും കൂട്ടി ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഈ ചേച്ചി സുഖമില്ലാതെ ഇവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം ഞാൻ ഒരിക്കൽ ഇതിന് മുമ്പ് ഈ ചേച്ചിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് വേണ്ട ഒരു പരിഗണന നമുക്ക് കിട്ടാതെ പോയി. അപ്പോൾ ആ ഒരു പരിഗണന കിട്ടാതെ പോയത് കൊണ്ട് ഇവർക്ക് വേണ്ട ഒരു സഹായവും മറ്റൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. എനിക്കും സങ്കടമുണ്ട്. കാരണം എൻ്റെ അമ്മച്ചിയുടെ ഒരു പ്രായമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി ഇങ്ങനെ നിസ്സഹായാവസ്ഥയിൽ, ഞാനിവിടെ വരുമ്പം വയ്യാതെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മിക്കവാറും ചെയ്യുന്ന വീഡിയോ ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ബോട്ടിയെട്ടിയുണ്ട്. അപ്പോൾ ആ ബോട്ടിയെട്ടിയുടെ അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ മിക്കവാറും വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ വന്നപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ കിടക്കുന്നത്, വയ്യാതെ കിടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, സുഖമില്ല, എനിക്ക് മരുന്ന് കഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് എനിക്ക് തലകറക്കവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഞാൻ കിടന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു വീഡിയോ ചെയ്താലോ ചേച്ചി, ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചേച്ചിക്ക് ചെയ്തു തരുന്നെങ്കിൽ തരട്ടെ. മലയാളികളുടെ കരുണയുള്ള മനസ്സിൻ്റെയൊക്കെ ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെന്തെങ്കിലും സഹായം ചെയ്യുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാനും കൂടെ കൈനീട്ടി ഇവർക്ക് വേണ്ടി ചോദിക്കുന്നത്. എനിക്കിത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കും ഇപ്പോൾ സാമ്പത്തികമായിട്ട് എടുത്ത് സഹായിക്കാൻ പറ്റിയ ഒരു പരിസ്ഥിതി അല്ല ഇപ്പോൾ എനിക്കുള്ളത്. കാരണം ഞാനും ഇപ്പം എൻ്റെ മാതാപിതാക്കൾ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ മലപ്പുറത്തെ എൻ്റെ കടയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവരെ നോക്കാൻ വേണ്ടിയാണ്. അവരുടെ ഒരു സന്തോഷം, അവരുടെ ഒരു ഹാപ്പിനെസ്സാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എൻ്റെ അപ്പനും അമ്മയും മരണം വരെ എൻ്റെ കൂടെ സന്തോഷമായിട്ട് കഴിയണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ജോലി പോലും, എൻ്റെ സന്തോഷങ്ങളും എൻ്റെ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഈ അമ്മച്ചിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. കാരണം എന്നാന്ന് വെച്ചാലും ഇപ്പം മരുന്നിനൊക്കെ നമുക്കറിയാം, ഇതിൻ്റെയൊക്കെ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ നല്ല പൈസയാണ്. പിന്നെ മാസം വാടക കൊടുക്കണം. പിന്നെ അതിനേക്കാളും ഒക്കെ ഉപരി ഇവർക്ക് കഴിക്കാൻ വയറ്റിലേക്ക് എന്തെങ്കിലും പോകണമെങ്കിൽ ഭക്ഷണമൊക്കെ മേടിക്കണ്ടേ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവുമോ? കൊടുക്കുന്നുണ്ടോ, ചിലരൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ എന്താകാനാണ്? ഇപ്പം നമുക്കറിയാം, ഈ അമ്മച്ചിക്ക് ഒരു മകനുണ്ട്. ആ മകനാണേലും തീരെ സുഖമില്ലാത്തൊരു ചെക്കനാണ്. അപ്പോൾ ഈ അമ്മച്ചിയുടെ കാലം കഴിയുമ്പം അവൻ്റെയും കാര്യം എന്താവും? അപ്പോൾ ഇവർക്കൊരു വീടും ഇവരുടെ ഒരു സ്വപ്നത്തിലുള്ളതാണ്. എത്രയോ പൈസ നാമൊക്കെ ദൂർത്തടിച്ച് കളയുന്നുണ്ട്, വെറുതെ കള്ളു കുടിച്ചും അല്ലെങ്കിൽ മറ്റ് ആർഭാടങ്ങൾ കാട്ടിയും ഒക്കെ ഒരുപാട്
നമ്മളെ എത്ര പണം നമ്മൾ ദൂർത്തടിച്ച് കളയുന്നുണ്ടല്ലേ സുഹൃത്തുക്കളെ. ഈ അമ്മച്ചിയുടെയൊക്കെ കണ്ണീര് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായമൊക്കെ ഈ അമ്മച്ചിയുടെ പേരിലേക്ക് ഞാനൊരു ഗൂഗിൾ പേ ഒക്കെ വിട്ടു തരാം. അതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ അമ്മച്ചിക്ക് ആ പൈസ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ മാസം ചെയ്യണം. ഇവർക്ക് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥ. ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നത് അതിനൊരു പരിധിയില്ലേ. ഇപ്പം ഒരു ശകലം അരി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തുകൊണ്ടോ എന്തെങ്കിലും ആകുമോ? അവർക്ക് ഒരു മനുഷ്യരല്ലേ, ഒരു മനുഷ്യ സ്ത്രീയല്ലേ, മൃഗങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കണ്ടേ. പ്രായമുള്ളൊരമ്മച്ചിയല്ലേ, അവർക്കും ടേസ്റ്റും കൊച്ചു കുട്ടികളെ പോലെയൊക്കെ അല്ലേ അവർക്കും പ്രായത്തിൻ്റെ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും വളരെ സങ്കടത്തോടെ ഇപ്പം വന്നപ്പോൾ അമ്മച്ചി കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഫേസ്ബുക്കിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൾക്കാരിലേക്കൊക്കെ എത്തട്ടെ. ഇത് ഗൾഫ് ആൾക്കാരൊക്കെ ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ വലിയ തുകയൊന്നും വേണ്ടെന്നേ. നിങ്ങൾ പിന്നെ എന്തെങ്കിലും ചെറിയൊരു തുക വെച്ച് എന്തെങ്കിലുമൊക്കെ ഈ ഗൂഗിൾ പേയിലേക്കൊക്കെ ഇട്ട് കൊടുത്താലേ ഇവരുടെ വീട്ടു ചിലവ് നടക്കും. അതുപോലെ ഇവരുടെ വാടക കൊടുക്കാൻ പറ്റും. അതുപോലെ ഇവരുടെ മരുന്ന്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മരുന്നൊന്നും മുടക്കാൻ പറ്റത്തില്ല. ഹാർട്ട് പേഷ്യൻ്റാണ് അമ്മച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ മരുന്നൊക്കെ മുടക്കിയാൽ അതൊക്കെ പിന്നെ പ്രശ്നമല്ലേ. മോനാണെങ്കിൽ സുഖമില്ലാത്തൊരു മോനാണ്. അവനും ഈ പറഞ്ഞ കണക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ കൊച്ചിനും അപ്പോൾ അവൻ്റെയും കൂടെ ചിലവും കൂടെ നോക്കണ്ടെങ്കിൽ എല്ലാം ഈ അമ്മച്ചിയാണ് നോക്കുന്നത്. അമ്മച്ചി വല്ലപ്പോഴും ഒരു പണിക്ക് പോകുമ്പോൾ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തൂമ്പയെടുത്തൊന്നും കിളയ്ക്കാൻ പറ്റാത്തൊരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഞാനും അമ്മയും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്നവരൊക്കെ എന്തെങ്കിലും സഹായിക്കും. അമ്മച്ചി ഒന്ന് പറഞ്ഞോളൂ, എന്താണ് ഈ പ്രേക്ഷകരോട് അമ്മച്ചിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞോളൂ. എനിക്ക് കട്ടിപ്പണി ചെയ്യാനുള്ള ഒരു നിവൃത്തിയുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പോയി വല്ല കൊണ്ട് പറിച്ച് എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ മോനാണേലും ഇപ്പം എന്തെങ്കിലുമൊക്കെ എന്നെ സഹായിക്കുകയും അടുത്തുള്ളവരൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരുകയൊക്കെ ചെയ്യും. എനിക്ക് കട്ടിയായിട്ടുള്ള പണിയൊന്നും ചെയ്യാനുള്ള ഒരു വഴിയില്ല. ഇപ്പം തന്നെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് 2 ദിവസം കൊണ്ട്. എന്നാന്ന് വെച്ചാൽ എനിക്ക് അതുപോലെ വയ്യ. തൂമ്പ എടുത്ത് എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് കളിക്കുകയോ എന്തെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യ. എന്തെങ്കിലും ഒന്ന് ചെയ്ത് എനിക്ക് സഹായിക്കും. ഞാൻ എന്തെങ്കിലും ഇത്തിരി സാധനങ്ങളാണേലും എടുത്തുകൊണ്ട് ഉപയോഗിച്ച് വിറ്റ് ഞാൻ എൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങളെ കഴിവ് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വീണ്ടും ഞാൻ അവൻ്റെ മോനോട് പറഞ്ഞ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെ കഴിവ് എന്തെങ്കിലും എനിക്ക് ഒരുപാടൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ എന്തെങ്കിലും ഒന്ന് വന്ന് സഹായിക്കണം. കഴിവ് ഒരുപാട് വേണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരുപാടൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ അമ്മച്ചിയുടെ ആ കണ്ണുനീര് ഇപ്പം ശരിക്കും പറയാം വാക്കുകൾ കിട്ടുന്നു. അമ്മച്ചി ഹൃദയം നുറുങ്ങിയാണ്, കരഞ്ഞുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരു അമ്മച്ചിയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അമ്മച്ചി, നമ്മുടെ പ്രേക്ഷകരൊക്കെ എന്തായാലും കാണുന്നുണ്ട് കേട്ടോ. അതായത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം അമ്മച്ചിക്ക് ചെയ്തു തരാതിരിക്കത്തില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്തതിൻ്റെ കാര്യം, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ട റെസ്പോൺസ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോയ്ക്ക് ഞാൻ വരില്ലായിരുന്നു. പക്ഷെ അന്ന് വേണ്ട ഒരു സഹായം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ആ വീഡിയോ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്, നമ്മളുടെ അലിവുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ മലയാളികൾ. ഈ അമ്മച്ചിക്കും അധികം പൈസയൊന്നും വേണമെന്ന് ഈ അമ്മച്ചി പറയുന്നില്ല. ചെറിയ ഓരോരുത്തരും ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഈ തന്നാലും മതി. ഈ ചേച്ചി പറയുന്നത് എന്നാന്നറിയോ, ഈ ചേച്ചിക്ക് കട്ടിപ്പണിയൊന്നും ചെയ്യാൻ മേല. അതുകൊണ്ട് ഈ ചേച്ചിക്ക് ഹാർട്ട് പേഷ്യൻ്റ്. ശരിയാണ്, നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു രോഗി ഉണ്ടെങ്കിൽ, ഒരു അമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപ്പനുണ്ടെങ്കിൽ, അപ്പനെ സ്നേഹിക്കുന്ന അമ്മയെ സ്നേഹിക്കുന്ന മക്കളോട് പറഞ്ഞാലേ കാര്യമുള്ളൂ കേട്ടോ. അല്ലാതെ അപ്പനെയും അമ്മയും തല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മക്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ അല്പം അലിവുള്ള മലയാളികൾക്ക് അതുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആൾക്കാരെ നമ്മൾ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നതും എനിക്ക് ഈ അമ്മച്ചിയോടെ സങ്കടമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരിക്കൽ ഞാൻ ചെയ്തു, പക്ഷെ വേണ്ട സഹായം കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇന്ന് ഇതിലെ വന്നപ്പോൾ അമ്മച്ചി ഇവിടെ കിടക്കുകയായിരുന്നു. പുറത്ത് വയ്യാതെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, സുഖമില്ല, മരുന്ന് കഴിച്ചിട്ടില്ല, മരുന്നിനുള്ള പൈസയില്ല മോനെ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയും കൂടെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ
നമ്മളുടെ ഈ പ്രേക്ഷകർ കാണുന്നവർ ഈ അമ്മച്ചിയെ കൈവിടരുതേ. നിങ്ങൾ ചെറിയൊരു എമൗണ്ട് വെച്ച് നിങ്ങളാൽ കഴിയുന്ന ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളാൽ കഴിയുന്ന ചെറിയ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടല്ലോ, ഇനിയും കാണുന്ന സാധാരണക്കാരായ ആൾക്കാർ, ഒരുപാട് സാധാരണക്കാരായ ആൾക്കാർ സഹായിക്കുന്നുണ്ട്, എനിക്കറിയാം. അതായത് ഒരുപാട് പേരെ സഹായിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിൽ നിന്നൊരു ചെറിയ തുക മതിയെന്ന്, നിങ്ങളുടെ ഒരു ചെറിയൊരു തുക ഈ ഞാൻ പറയുന്ന ഗൂഗിൾ പേയിലേക്കൊക്കെ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ഞാൻ അവസാനം ആ ഗൂഗിൾ പേ നമ്പർ ഇടാം. അപ്പോൾ ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ അമ്മച്ചി ഒന്ന് സഹായിക്കുക. ഈ അമ്മച്ചി പറയുന്നത്, അമ്മച്ചിക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു തൊഴിൽ, അതായത് ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഈ മിക്സറൊക്കെ ഇല്ലേ, അതുപോലെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും അമ്മച്ചി കൊണ്ട് കൊടുത്ത്, അങ്ങനെ അതുപോലുള്ള കട്ടിയില്ലാത്ത പണിയൊക്കെ ആകുമ്പോൾ അമ്മച്ചിയെ കൊണ്ട് സാധിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഈ തൂമ്പയെടുത്ത് കളയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറമ്പ് പണിക്കൊക്കെ വലിയ പാടാണ്. അല്ല പിന്നെ പറമ്പിലെ പുല്ല് പറിക്കുന്ന, ഇപ്പം അമ്മച്ചി അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു പണി കിട്ടിയാൽ അമ്മച്ചിയുടെ ഉപജീവനം നടക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി അതിന് പോകുന്നുണ്ട്. പക്ഷേ തൂമ്പാ പണിക്ക് എന്നോട് പറഞ്ഞു, മോനെ എന്നെ കൊണ്ട് തൂമ്പാ പണി പറ്റില്ല മോനെ, എനിക്ക് പ്രായമാണ്, അതുകൊണ്ടൊക്കെയാണ്, അതുകൊണ്ട് അത് പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ മോനത് വീഡിയോയിലൊന്ന് എടുത്ത് പറയണം, അപ്പോൾ ആൾക്കാർക്കത് മനസ്സിലാകട്ടെ, അതുകൊണ്ടാണ് എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അതായത് അമ്മച്ചിക്ക് ഈ പറഞ്ഞ കട്ടിപ്പണി പറ്റത്തില്ല, ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ഈ ബാഗിലൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മിക്സർ, അതുപോലെ കൊക്കാവട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു 5 രൂപയൊക്കെ മാറ്റി വെച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് ജീവിക്കാമല്ലോ. പിന്നെ അവർക്ക് വാടക കൊടുക്കാനുണ്ട്, ഈ പാവപ്പെട്ട അമ്മച്ചി അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എടുത്തിട്ട് കൊടുക്കാനാണ് വാടക. പിന്നെ വീട്ടു ചിലവില്ലേ, അരി, പച്ചക്കറി, എന്തെങ്കിലും മീൻ, മനുഷ്യർക്ക് 1-ാം തീയതി വാടക, ഈ 1-ാം തീയതി വാടകയും കൊടുക്കണം, അതിനുള്ള ഒരു മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അതും ഒരു പ്രശ്നമാണ് ഈ അമ്മച്ചിയെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർ കേട്ടോ, എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ആ ഗൂഗിൾ പേ നമ്പർ തരാം. അതായത് ഞാൻ എൻ്റെ നമ്പർ തന്നെ, എൻ്റെ അമ്മച്ചിയുടെ വീടിന് ഇപ്പം താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ എന്നും കാണുന്നുണ്ട്. ഞാൻ എന്നും ഇവിടെ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അമ്മച്ചിയെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീണ്ടും ഒരു വീഡിയോയ്ക്ക് വേണ്ടി മുതിർന്നത്. അല്ലെങ്കിൽ ശരിക്കും ഞാൻ ഈ അമ്മച്ചിയുടെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് ആ ഗൂഗിൾ പേ നമ്പർ ഞാൻ പറയാം, അത് ഒന്ന് നോട്ട് ചെയ്യുക. 6228498880. 3 8 ഉണ്ട് കേട്ടോ, 8880. അപ്പോൾ ഒന്നുകൂടെ ഞാൻ നമ്പർ പറയാം, ഗൂഗിൾ പേ നമ്പറാണ് 6228498880 കേട്ടോ. അപ്പോൾ ഈ ഇതിലേക്കൊക്കെ ഒന്ന് അയച്ച് ഒന്ന് തരിക. ഈ അമ്മച്ചി ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ്, കാരണം കരുണ, നമ്മളിൽ ഒരു അല്പം കരുണ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ അമ്മച്ചിയുടെ കണ്ണീര് കാണാൻ പോകരുത്, സഹായിക്കണം പ്ലീസ്. ഇതിൽ കൂടുതലൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാനിതൊക്കെയല്ലേ, എനിക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് വേണ്ടവർക്ക്, ഓപ്പറേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ എന്നെ കൊണ്ട് അതേ ഇപ്പം പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കാവുന്നേ എനിക്ക് മാർഗമുള്ളൂ. അപ്പോൾ ഞാൻ ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത് എന്തായാലും പടച്ചോൻ ഇത് കാണാതിരിക്കത്തില്ല, ആൾക്കാരുടെ മനസ്സിൽ നല്ലത് തോന്നിക്കട്ടെ, ഈ അമ്മച്ചിക്ക് വേണ്ടുന്ന സഹായം കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോയൊക്കെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക്, പരമാവധി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഫേസ്ബുക്കും വാട്സപ്പും മെസ്സഞ്ചറും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കണേ. കാരണം ഈ അമ്മച്ചിയുടെ ഹൃദയം പൊട്ടി കരയുന്ന, നെഞ്ചുരുകി കരയുന്ന ആ വേദനയാണ്. അതുകൊണ്ട് സഹായിക്കുക പ്ലീസ്, എനിക്ക് അത്രേ പറയാനുള്ള. അല്ലാതെ ഇപ്പം എനിക്കും വാക്കുകൾ വരുന്നില്ല. എന്താ ഈ വേദനയും പ്രയാസവും, എനിക്ക് ഒരാളുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ എനിക്കും എനിക്ക് എന്തോ, കാരണം എൻ്റെ അമ്മയെ പോലെ ഞാൻ കാണുന്നത് കൊണ്ടാണ്. ഞാൻ ദിവസവും ഈ ചേച്ചിയെ കാണുന്നുണ്ട്, ഇല്ലേ ചേച്ചി? അല്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വേണ്ടുന്ന ഇടപെടലുകളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നേ പറ്റുള്ളൂ. ചേച്ചി തന്നെ നമ്മുടെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറഞ്ഞു. ചേച്ചി, ഒരാഴ്ച എനിക്ക് ശരിക്കും പണിയാൻ പറ്റത്തില്ല, പണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കുവാണ്, അതുപോലെ വയ്യ. പിന്നെ പിന്നത്തേന് എനിക്ക് ഒന്നും കാണത്തില്ല, ചിലവനും കാണുന്നില്ല, ഒന്നിനും കാണുന്നില്ല. അപ്പോൾ എൻ്റെ അയലക്കത്ത് ഈ മോനുമൊക്കെയാണ് താമസിക്കുന്നത്. അവിടെ നിന്നൊക്കെ അവിടുത്തെ ഈ മോൻ്റെ അമ്മയും ആരെങ്കിലുമൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ ആവശ്യം നിന്ന് സഹായിക്കും. പിന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കണം, എന്തെങ്കിലും കഴിവ് സഹായിക്കണം.
ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് അത്ര ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ മോനോട് ഞാൻ പറഞ്ഞത്, ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കും മോനെ, ആരെങ്കിലും സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ. കേട്ടില്ലേ, എൻ്റെ അമ്മച്ചിയുടെ ആ അമ്മച്ചിയെ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സങ്കടത്തോടെ ഞാനും ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെയും കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇതൊക്കെ കേട്ടപ്പോൾ ഈ അമ്മച്ചി കരയുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയം, അല്പം മനസാക്ഷിയുള്ളവരുടെ ഹൃദയം വേദനിക്കും, നുറുങ്ങും. അതാണ് മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, മൃഗങ്ങൾക്ക് അതില്ല. മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സഹജീവികളുടെ വേദന അത് കാണാൻ ഉണ്ടാകണം, നമ്മളെ കൊണ്ട് അത് സാധിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാൻ എനിക്കതേ പറ്റുള്ളൂ. എനിക്ക് അവർക്ക് വേണ്ടി, ഈ ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം നേടിക്കൊടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ മറക്കണ്ട, ഈ ചേച്ചിയുടെ നമ്പർ ഒരിക്കൽ കൂടി ഗൂഗിൾ പേ നമ്പർ ഞാൻ തരാം. അതായത് എൻ്റെ ഗൂഗിൾ പേ നമ്പറാണ്. കാരണം ചേച്ചി പാവമാണ്, അതുകൊണ്ടാണ് ചേച്ചിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ ആ ഗൂഗിൾ പേ നമ്പർ പറയാം. 6284498880. ഒരിക്കൽ കൂടെ പറയാം, ഗൂഗിൾ പേ നമ്പറാണ്. അതിലേക്ക് ചെറിയൊരു എമൗണ്ട് ആയിക്കോട്ടെ, അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്തും ആയിക്കോട്ടെ, അതൊന്ന് അയച്ചു കൊടുത്താൽ ഇവർക്ക് പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഹാർട്ട് പേഷ്യൻ്റാണ്, മരുന്ന് മേടിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട്ടു ചിലവ് കാര്യങ്ങളുണ്ട്. അതായത് അരി, പഞ്ചസാര, അങ്ങനെയുള്ള വീട്ടു ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്താണ് കറണ്ട് ബില്ലും കാര്യങ്ങളും അതൊക്കെ അറിയാലോ, നമ്മൾ ഒരു വീട്ടിൽ വേണ്ടുന്നതല്ല. പിന്നെ അതുകൂടാതെ ഈ ചേച്ചിക്ക് എന്താണ് വാടക കൊടുക്കണം. അതിനുള്ള മാർഗ്ഗം ഇല്ല. ഈ 1-ാം തീയതി ആകുമ്പോൾ വാടക കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ചേച്ചി ഹൃദയം നുറുകി കരയുന്നത്. അപ്പോൾ ആ നമ്പർ, ഗൂഗിൾ പേ നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം. 6284498880. 6282498880. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും ഒരിക്കൽ കൂടി പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ചേച്ചി, പ്രേക്ഷകരോട്, നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ ലൈവ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം. അതുപോലെ ചേച്ചിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ബിസിനസ്, ഞാൻ ബിസിനസ് എന്ന് പറയുന്നത്, ചേച്ചി ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഒരു ചെറിയ ലോട്ടറി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അല്ലേ ചേച്ചി? അതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വറ സാധനങ്ങൾ അല്ലേ, മിച്ചർ അല്ലെങ്കിൽ പൊക്കാവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം. എടുക്കാൻ പൈസ കൂടുതലാവും, അതുകൊണ്ടത് കണ്ടോ ചേച്ചി പറയുന്ന കേട്ടോ, ലോട്ടറി എടുക്കണമെങ്കിൽ പൈസ കൂടുതലാകും. ചേച്ചിയുടെ കയ്യിൽ അതിനുള്ള മാർഗ്ഗമൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നവരൊന്ന് സഹായിക്കണേ, വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണേ. അപ്പോൾ എല്ലാവരും ഈ ചേച്ചിയെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 താങ്ക് യു.